ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിന് നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഒരു സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊന്നും അല്ല അല്ലേ. ആ ഒരു ടോപ്പിക്ക്, ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നന്നായി പഠിച്ചിരിക്കണം. നമുക്ക് പറയാം MSc നമുക്ക് വേണം. MSc മാത്രം മതിയോ? പോരാ. നമുക്ക് PhD വേണം, നമുക്ക് പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് വേണം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നല്ല ഹൈ ഇമ്പാക്റ്റ് ഫാക്ടറുള്ള ജേണൽസിലൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യണം. പിന്നെ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്ത് ഒക്കെയുള്ള പരിചയമൊക്കെ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം അല്ലേ. അപ്പോൾ നമുക്ക് കേരള PSC ആണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ്, അതായത് സയൻറ്റിസ്റ്റ് പോസ്റ്റ് തന്നെ അല്ലേ, അത് നിങ്ങൾക്ക് MSc ഉള്ളവർക്കായിട്ട് ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ചാൻസ് കളയരുത്. ഇനി സയൻറ്റിസ്റ്റായിട്ട് എനിക്ക് കുറേ പണിയൊക്കെ ചെയ്യേണ്ടി വരുമോ അങ്ങനെയൊക്കെ ആലോചിച്ചൊക്കെ നമ്മൾ പറയില്ല, നമ്മുടെ പൊട്ട ബുദ്ധിക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ച് കളയരുത്. നിങ്ങൾക്ക് MSc ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക അല്ലേ, നന്നായിട്ട് പഠിക്കുക. അവിടെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അവർ നിങ്ങൾക്ക് പ്രോപ്പർ ട്രെയിനിങ് ഒക്കെ തരും അല്ലേ. നമ്മൾ തന്നെ നമ്മളെ മാറ്റിയെടുക്കുക ഒരു സയൻറ്റിസ്റ്റ് ലെവലിലേക്ക്. ചിലവർ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ളവരാണെങ്കിലും ചിലപ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. എന്നെക്കൊണ്ട് അതൊക്കെ പറ്റുമോ അല്ലേ. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ MScക്കൊക്കെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ആലോചിക്കുമല്ലോ, ചില കുട്ടികളൊക്കെ ഓക്കെ എല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. അവർ MSc കഴിയുമ്പോൾ ഇന്നൊരു ജോബ് അങ്ങനെയൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ളവരായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി കേപ്പബിലിറ്റീസ് ഉള്ളവരാണ് അല്ലേ, കറക്റ്റായിട്ടുള്ളൊരു വിഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓർക്കുകയോ ഇതൊക്കെ കഴിഞ്ഞാൽ എന്ത് ജോലിയൊക്കെ ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏബിളാണ്, നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചെങ്കിൽ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും അല്ലേ. നിങ്ങൾ പണ്ട് പഠിച്ചതും പിന്നെ ബാക്കി ആൾക്കാർ പഠിക്കുന്നതും അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഇപ്പോൾ പറയാം കെമിസ്ട്രി ആണെങ്കിൽ ബാക്കി സബ്ജക്റ്റും കൂടെ പഠിക്കുക. ഏതൊക്കെ പഠിക്കണം? മൈക്രോബയോളജി, ബയോടെക്നോളജി, എൻവയോൺമെൻറ്റ് സയൻസ്. നിങ്ങളുടെ സബ്ജക്റ്റ് എൻവയോൺമെൻറ്റ് സയൻസ് ആണെങ്കിൽ ബാക്കി 3 പഠിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ബയോടെക്നോളജിക്കാരും മൈക്രോബയോളജിക്കാരും ബയോകെമിസ്ട്രിക്കാരും ബോട്ടണി സുവോളജിക്കാർക്കൊക്കെ എക്സ്ട്രാ എഫോർട്ട് എടുക്കേണ്ടി വരും, കെമിസ്ട്രി ബോട്ടണി സുവോളജി ഒക്കെ അല്ലേ. അപ്പോൾ നിങ്ങളതൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ MSc കഴിഞ്ഞു എല്ലാ സബ്ജക്റ്റ് ഉള്ള ആളുകൾക്കും ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും വരണമെന്നില്ല. അപ്പോൾ അത് വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജനറൽ PSCക്ക് നോക്കുന്നവരുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ അതിനിപ്പോൾ അടുത്ത വർഷമുള്ളതിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു എക്സാം എപ്പോൾ വരും നോക്കണ്ട, അതും കൂടി പഠിച്ചു പോവുക. അതിനൊരു ചെറിയൊരു ആഗ്രഹമെങ്കിലും കാണിക്കുക അല്ലേ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും ഇതൊക്കെ ഇനി പഠിക്കണോ, ഞാനെല്ലാം മറന്നു പോയിട്ടുണ്ടാവും എന്നൊക്കെ ആയിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ പതുക്കെ നിങ്ങൾക്ക് പറ്റുന്ന കൂട്ടൊക്കെ പഠിച്ചു തുടങ്ങുക. സൈപ്രോയിൽ കോഴ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മോണോപ്രോട്ടിക് ആസിഡ്. ഓക്കെ, ഇതിലേതാണ് മോണോപ്രോട്ടിക് ആസിഡ് എന്ന് പറയുന്നത്? അതായത് എന്താണ് ഈ മോണോപ്രോട്ടിക് ആസിഡ് എന്ന് പറയുന്നത്? അതായത് ദേ ക്യാൻ ഡൊണേറ്റ് 1 proton. ഓക്കെ, per molecule during aqueous reaction. Okay, so they can donate 1 proton per molecule during an aqueous reaction. അപ്പോൾ നോക്കാം ഏതൊക്കെയാണ് മോണോപ്രോട്ടിക് ആസിഡ്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സിട്രിക് ആസിഡ്. ഓക്കെ, എത്ര ഇത് മോണോപ്രോട്ടിക് ആസിഡ് ആണോ? അല്ല. സിട്രിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ്, ട്രൈ പ്രോട്ടിക് ആസിഡാണ്. അതായത് അതിൽ 3 COOH ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. ഇനി സക്സിനിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഡൈപ്രോട്ടിക് ആസിഡാണ്. അതായത് 2 COH ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. ഇനി ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവരും ട്രൈ പ്രോട്ടിക് ആസിഡ്. അപ്പോൾ ഇതിൽ മോണോ ആരാണ്? നമ്മുടെ ലാക്റ്റിക് ആസിഡാണ് മോണോപ്രോട്ടിക് ആസിഡ് വരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയാവുന്ന ആസിഡൊക്കെ ഇതൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഓരോന്നും പഠിക്കുമ്പോഴത്തേക്കും അതിനെപ്പറ്റി നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ഐസോട്ടോപ്പ് P32 എത്രയാണ്? 14 days. ഓക്കെ.
ഇനി സെൽസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ്. അയ്യോ, ഇതൊക്കെ ആർക്കും അറിയാം അല്ലേ? ആരാണ് ആൻസർ? ബി ലിംഫോസൈറ്റ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചാടി കയറി ആൻസർ ചെയ്താൽ അല്ലേ? അപ്പോൾ എപ്പോഴും ഇങ്ങനെ വരുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. PSC ഓരോ വർഷം, ഇത് എപ്പോഴത്തെയാണിത്? ഇത് 2023 അപ്പോൾ അവർ ഓരോ വർഷം കഴിയും തോറും ക്വസ്റ്റ്യൻസിൻ്റെ കാഠിന്യവും സ്റ്റൈലും അല്ലേ, കോംപ്ലിക്കേഷനും ഒക്കെ കൂട്ടി വരുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 20% അല്ലെങ്കിൽ 10 to 20% ആയിരിക്കും സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം നമ്മൾ സ്റ്റുഡൻസ് പഠിച്ച് ഏത് ലെവലായി? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അപ്പം നമ്മൾ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പഠിച്ചിരുന്നോളണം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻസ്ട്രുമെൻറ്റേഷനിലെ ക്വസ്റ്റ്യനാണ്. ഇൻ സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ സെൻട്രിഫ്യൂഗേഷനെ പറ്റിയിട്ട് നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ച് പഠിച്ചോളണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ദ സെഡിമെൻറ്റേഷൻ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മാസ്. അല്ല, എങ്ങനെയാണ്? ഇവിടെ ഡയറക്റ്റ്ലി ആണ്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഓക്കെ, വെലോസിറ്റിനെ പറ്റിയിട്ടുള്ളതാണ്. ഇനി അടുത്തതും കൂടെ ഒന്ന് നോക്കാം. സെഡിമെൻറ്റേഷൻ വെലോസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. എന്താ ഇവിടെ? ഡസ് നോട്ട് ഡിപ്പെൻഡ് അല്ല അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അതായത് സെഡിമെൻറ്റേഷൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ദ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം അല്ലേ, ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ ഇനി 2 പേരുണ്ട്, ഒരേപോലത്തെ 2 പേരാണ്. കൺഫ്യൂഷനാണ്. ചിലപ്പോൾ എക്സാം ഹോളിൽ ഇരുന്ന് മൊത്തം വായിക്കില്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് വ്യത്യാസം എന്ന് നോക്കിയേ. ഇവിടെ ഒരു സ്മോളർ ഉണ്ട്, ഇവിടെ ഒരു ഹയ്യർ ഉണ്ട്. ഓക്കെ, കൺഫ്യൂഷനായി. നമുക്ക് നോക്കാം. എ ഡെൻസ് പാർട്ടിക്കിൾ മൂവ്സ് മോർ റാപ്പിഡ്ലി ദാൻ എ ലെസ് ഡെൻസ് വൺ ബിക്കോസ് ഒപ്പോസിങ് ബോയൻറ്റ് ഫോഴ്സ് ഈസ് സ്മോളർ ഫോർ എ ഡെൻസ് പാർട്ടിക്കിൾ. അത് കറക്റ്റായിരിക്കും അല്ലേ? എ ഡെൻസ് പാർട്ടിക്കിൾ മൂവ്സ് മോർ റാപ്പിഡ്ലി ദാൻ എ ലെസ് ഡെൻസ് വൺ ബിക്കോസ് ദ ഒപ്പോസിങ് ബോയൻറ്റ് ഫോഴ്സ് ഈസ് സ്മോളർ ഫോർ എ ഡെൻസ് പാർട്ടിക്കിൾ. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. സി നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കുറേ പഠിക്കണം അതിനെ പറ്റിയിട്ട്, എന്നാലും നമുക്കത് ഡീപ്പായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ. ഇൻ സെൻട്രിഫ്യൂഗേഷനൊക്കെ പഠിക്കാനാണെങ്കിൽ വിൽസൺ ആൻഡ് വോക്കറിൻ്റെ ടെക്സ്റ്റ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മൾ CSIR പഠിക്കുന്ന ബുക്ക്. ഇനി ബയോപെസ്റ്റിസൈഡ്. ഇതിലേതാണ് ബയോപെസ്റ്റിസൈഡ്? ഇത് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും. കാരണം എന്താണ്? ഈ പോളി ഗ്ലൂക്കോസമൈൻ അതാണ് ആൻസർ വരുന്നത്. എന്താണിത്? ഇത് നമ്മുടെ സ്വന്തം കൈറ്റോസാനാണ്. കൈറ്റോസാൻ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ചെമ്മീൻ്റെ ഒക്കെ ഷെല്ലിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഓക്കെ, അവരുടെ ഷെല്ലിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കൈറ്റോസാൻ. അത് നമുക്ക് ബയോപെസ്റ്റിസൈഡായിട്ട് യൂസ് ചെയ്യാം. മെഡിസിനൽ പ്രോപ്പർട്ടിയൊക്കെ ഉള്ള ഒത്തിരി ആപ്ലിക്കേഷനുള്ള ഒരു ആളാണ് കൈറ്റോസാൻ. ഓക്കെ, അതാണ് ബയോപെസ്റ്റിസൈഡ്. നമുക്ക് ഫംഗിസൈഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ 2,4-ഡിയും ഗ്ലൈഫോസൈറ്റും അമിനോ പൈരാലിഡൊക്കെ എന്താണ്? അത് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള പേരും പഠിച്ചിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസിഡർ എ കോളം ക്രൊമാറ്റോഗ്രാം വിത്ത് 2 പീക്സ് ഓഫ് വിഡ്ത്ത്. ഏതൊക്കെയാണ് വിഡ്ത്ത് വരുന്നത്? 1 പോയിൻറ്റ്. അപ്പോൾ ഫസ്റ്റത്തേതിൻ്റെ എത്രയാണ്? 1.11. സെക്കൻഡിൻ്റേത് 1.21. ഓക്കെ, ഇനി അടുത്തത് റീറ്റെൻഷൻ ടൈം. TR1 അല്ലെങ്കിൽ TRA എന്ന് നമുക്ക് വെക്കാം, TRB എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ദ റീറ്റെൻഷൻ ടൈം ഫോർ ദ ഫസ്റ്റ് സിഗ്നൽ ഈസ് എത്രയാണ്? 16.4 ആൻഡ് സെക്കൻഡ് എത്രയാണ്? 17.6. ഓക്കെ, 16.4, 17.6. വാട്ട് ഈസ് ദ കോളം റെസൊല്യൂഷൻ? അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഇവരുടെ ഡിഫറൻസ് എടുക്കണം. അതായത് റെസൊല്യൂഷൻ നമുക്ക് പറയുന്നത് എന്താണ്? റേഷ്യോ. ഏതിൻ്റെ റേഷ്യോ? ദ ഡിഫറൻസ് ഇൻ റീറ്റെൻഷൻ ടൈം. ഓക്കെ, റേഷ്യോ ഓഫ് ദ ഡിഫറൻസ് ഇൻ retention time. Retention time between 2 peaks. Okay, നമുക്കറിയാം to the
മീൻ ഓഫ് ദെയർ ബേസ് വിഡ്ത്ത്. അതാണ് നമ്മൾ WA WB എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റീറ്റൻഷൻ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? റെസൊല്യൂഷൻ. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ TR ഡിവൈഡഡ് ബൈ W ആവറേജ്, അതായത് വിഡ്ത്തിൻ്റെ ആവറേജ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇങ്ങനെ എഴുതാം, 2 × TRB മൈനസ് TRA ഡിവൈഡഡ് ബൈ WA പ്ലസ് WB. എന്നിട്ട് അതങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി സിമ്പിളായിട്ട്. എത്രയാണ്? 17.6 ഡിവൈഡഡ് ബൈ മൈനസ് 16.4 1.11 പ്ലസ് 1.21 എത്ര കിട്ടും നമുക്ക്? ഇവിടെ ആൻസർ വരുന്നത് നമുക്ക് 1.03 ആണ് വരുന്നത്. ഓക്കെ, ആൻസർ വരുന്നത് 1.03. ഓക്കെ, ഓക്കെ, ആൻസർ വരുന്നത് ഇവിടെ 2.4 ഡിവൈഡഡ് ബൈ 2.32, ആൻസർ 1.03 ആണ്. ഓക്കെ, അത് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനോട് ക്ലോസായി നിൽക്കുന്നത് 1.03യിലേക്ക് ക്ലോസായി നിൽക്കുന്ന ആൻസർ എഴുതാം, അതായത് 1.01 വേണമെങ്കിൽ എഴുതാം. ഓക്കെ, പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസലിംഗ് ഒക്കെ വരാനുള്ള ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, കറക്റ്റായിട്ടുള്ള ആൻസർ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് 1.02 ഒക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഏകദേശം കറക്റ്റായാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് കുറച്ച് മാർക്ക് ഇങ്ങനെ പോകും. അപ്പോൾ എന്താണ് കൂടുതൽ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ യൂസിങ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് ഫോർ ഡിറ്റർമിനിങ്. എന്താണ്? സിമ്പിളാണ്. എന്താണ്? നമ്മുടെ കെമിക്കൽ ഓക്സിജൻ, നമ്മുടെ COD. ഓക്കെ, അപ്പോൾ COD BOD ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പൈരിത്രിൻ ഈസ് എ നാച്ചുറൽ. എന്താണ്? ഇതൊരു ഇൻസെക്ടിസൈഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ കുട്ടികളൊക്കെ പെസ്റ്റിസൈഡ് എഴുതി. പെസ്റ്റിസൈഡിൻ്റെ ഉള്ളിൽ വരുന്ന ഒരാളാണ് ഇൻസെക്ടിസൈഡ്, അല്ലേ? അപ്പോൾ പൈരിത്രിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജമന്തിയൊക്കെ ഉണ്ടല്ലോ, ചിലവർ ബന്ദി എന്ന് പറയും, അതായത് നമ്മുടെ ക്രൈസാന്തമം. ഓക്കെ, നമ്മൾ ഓണത്തിനൊക്കെ പൂക്കളം ഇടില്ലേ, നല്ല ഓറഞ്ച് കളറിലെ, അല്ലേ? ചിലത് യെല്ലോയിലൊക്കെ വരുന്നുണ്ട്, അതാണ് ക്രൈസാന്തമം. അതിൽ നിന്ന് എടുക്കുന്നതാണ് നമ്മൾ പൈരിത്രിൻ. ഒരു നാച്ചുറൽ പെസ്റ്റിസൈഡാണ്. കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ എന്താണത്? ഇൻസെക്ടിസൈഡ്, അല്ലേ? ഇൻസെക്റ്റിനെ അല്ലേ, അതിനെ ഒന്ന് തടഞ്ഞു നിർത്താനാണ്, അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്യാനാണ് നമ്മൾ പൈരിത്രിൻ യൂസ് ചെയ്യുന്നത്. പൈരിത്രിൻ. അതുപോലെ നമ്മൾ ഈ പറയുന്ന, നിങ്ങൾ ചിലപ്പോൾ ജമന്തി എന്ന് പറയും, ചിലപ്പോൾ ബന്ദി എന്ന് പറയും. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ജമന്തി എന്ന് പറയുന്നത്, നമ്മുടെ നല്ല ചെണ്ടുമല്ലി എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഇപ്പോൾ ചീരകൃഷി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഇടയിൽ തന്നെ വളർത്തുന്നുണ്ട്. എന്താണ്? അപ്പോൾ അതിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കലാണ് പൈരിത്രിൻ. അങ്ങനെ തന്നെ ഇൻസെക്റ്റ് വരില്ല, പക്ഷേ ഇതിനെ ആക്രമിക്കുന്ന ഇൻസെക്റ്റും ഉണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഇൻസെക്ടിസൈഡ് അതാണ് ആൻസർ. പക്ഷേ ഇതിൽ പെസ്റ്റിസൈഡ് എന്നും കൂടി കുറേ കുട്ടികളൊക്കെ ആൻസർ ചെയ്തുകൊണ്ട് അവർ ക്വസ്റ്റ്യൻ ക്യാൻസലിങ് നന്നായിട്ട് ചെയ്തു. അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായിപ്പോയി കേട്ടോ. അടുത്തത്, മോസ്റ്റ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഈസ് റേഡിയം. ഓക്കെ, നമ്മൾ പൊല്യൂഷനിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതാണിത് കേട്ടോ. അപ്പോൾ ഇത്ര നന്നായിട്ട് പഠിക്കുക. നമ്മുടെ സൈപ്രോയിൽ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9048900024 കോൺടാക്റ്റ് ചെയ്യുക. അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിന് നമുക്കിപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഓക്കെ, താങ്ക് യു.